is Kitchen Magic powered by Kitchen Treasures and presented by Datri Eatjor's മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ചിക്കൻ കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെയാണ് മത്സരാർത്ഥികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സാധാരണ ചിക്കൻ വിഭവങ്ങളൊന്നുമല്ല. ഈ റൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാലോ. ഇതൊരു സ്പെഷ്യൽ റൗണ്ടാണ്. അവരുടെ ക്രിയേറ്റിവിറ്റി എന്താണ്, അവരെന്താണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, പുതിയതായിട്ട് അവർ കണ്ടുപിടിക്കുന്ന വിഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സിഗ്നേച്ചർ ഡിഷ് റൗണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നിങ്ങൾ ഇന്നലത്തെ കാഴ്ചകളെല്ലാം കണ്ടു. നമ്മളുടെ 3 കണ്ടസ്റ്റൻസ് എന്തൊക്കെയാണ് തയ്യാറാക്കിയത്. പക്ഷേ ആരും എലിമിനേറ്റഡ് ആയില്ല, അല്ലെങ്കിൽ ആരും തന്നെ ഡേഞ്ചർ സോണിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇന്നും 3 ആൾക്കാർ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം 3 കണ്ടസ്റ്റൻസുമായി നമ്മളുടെ ഈ ഒരു റൗണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം കാണുക, ആസ്വദിക്കുക. ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടിനെൻ്റൽ ഡിഷാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇത് ബോൺലെസ് പീസസ് ആണ്. ചിക്കൻ നമുക്ക് സ്റ്റോക്ക് വേണം, അതിനുള്ള ആവശ്യമായിട്ടുള്ളത് ഇത്. പിന്നെ മഷ്റൂം, പിന്നെ സോൾട്ട്, ഒലീവ് ഓയിൽ, പിന്നെ പെപ്പർ പൗഡർ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ചിക്കനിലേക്ക് നമുക്ക് സോൾട്ടും പെപ്പർ പൗഡറും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വയ്ക്കാം. ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ്. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ്, കുരുമുളക് പൊടി നല്ലോണം ഒന്ന് പിടിക്കട്ടെ. ചിക്കനെ നമ്മൾ ഗ്രില്ല് ചെയ്യാണ് അത് ചെയ്യുന്നത്. എന്നിട്ടൊരു സോസ് ഉണ്ടാക്കി അങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഇതൊന്ന് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ചിക്കനിലേക്കൊന്ന് നല്ലോണം പിടിക്കട്ടെ. നമുക്ക് ആ ടൈമിൽ നമുക്കൊന്ന് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഞാനിപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ചിക്കൻ്റെ ബാക്കിയുള്ള പീസസ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്റ്റോക്ക് എടുക്കണം. കുക്കറിലേക്ക് ഇടുക. ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം. ചിക്കൻ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ചെയ്യേണ്ടത് ഈ മഷ്റൂംസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. മഷ്റൂം ഗ്രേപ്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ആയിട്ടുണ്ട്. അതിപ്പം നമുക്കിനി അതിലേക്ക് ഈ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ മുഴുവൻ പീസസും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി നമുക്ക് പാനിലൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ മതി. നമുക്ക് വേണ്ടത് ഗ്രേപ്പ് ജ്യൂസാണ്. അപ്പം അതിന് വേണ്ടി ഇത് കുരുവുള്ള ഗ്രേപ്പാണ്. അപ്പോൾ നമുക്ക് കുരു ഒന്ന് കളഞ്ഞിട്ട് ജ്യൂസ് എടുക്കാം. 1 മിനിറ്റിന് ശേഷം ഞാൻ OTGയിൽ വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന് ചിക്കൻ ഞാൻ 20 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി ഇതിനൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. അതിലേക്ക് നമുക്ക് മഷ്റൂംസ് ഇട്ട് കൊടുക്കാം. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചിക്കൻ ഒരു ക്വാണ്ടിറ്റിയൊക്കെയാണ് ട്രൈ ചെയ്ത് ഉദ്ദേശിച്ചതാകും, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രില്ല് ചെയ്തെടുത്തു. അതിനൊരു സോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഗ്രേപ്പ് ജ്യൂസും പിന്നെ മഷ്റൂമും പിന്നെ ചിക്കൻ സ്റ്റോക്കും വെച്ചിട്ട് ഒരു സോസ് ഞാൻ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. വളരെ കുറച്ച് മതി. ഞാൻ ഗ്രേപ്പ് ഓൾറെഡി ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം.
ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കും. ഇത് ഞാൻ പാൻ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. മഷ്റൂം ആൻഡ് ഗ്രിൽഡ് ചിക്കനാണ്. ഗ്രിൽഡ് ചിക്കൻ, മഷ്റൂം ആൻഡ് ഗ്രേപ്പ് ഫ്രൂട്ട്സ്. എങ്ങനെയാണ് ഈ ഗ്രേപ്സ് മഷ്റൂം ആൻഡ് കോമ്പിനേഷൻ? ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബേക്കിംഗ് ചെയ്യണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ബേക്കിംഗ് എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ബേക്കിംഗ്. ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ ചെയ്ത് ഞാനൊരു കുറച്ചൊരു ധൈര്യം വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ബേക്കിംഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നെറ്റിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ കുറച്ച് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. പിന്നെ കുറേ പേരോട് ചോദിച്ചു. ഞാൻ മഷി ചിക്കൻ വിത്ത് ചിക്കൻ വിത്ത് ഗ്രേപ്പ് സോസ്. ഇത് വളരെ സിംബോളിക് ആയിട്ടാണോ ഈ ഗ്രേപ്സിന്റെ പീസസ്? ഞാൻ വെറുതെ അടിയിൽ അപ്പോൾ ഗ്രേവിക്ക് ആ ഒരു കളറെല്ലാം കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ഒരു ആ സോസിന് ആ ഗ്രേപ്സിൻ്റെ ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അല്ലേ? താങ്ക് യു. ഇന്നത്തെ എൻ്റെ ഡിഷ് മഷി ചിക്കൻ ഇൻ ഗ്രേപ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. ഇനി നമുക്ക് ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കോഴിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് പെപ്പർ ചിക്കന്, ഒന്ന് ജസ്റ്റ് തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു കേരള സ്റ്റൈൽ ചിക്കൻ കറിക്ക്. പിന്നെ ലെഗ് പീസ് ഉണ്ട്. ലെഗ് പീസ് ഒന്ന് മസാലയൊക്കെ ഇട്ടിട്ട് ഓവനിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. ഇതുണ്ട്, അതായത് ഇത് ദശയുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് അതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു 3 ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് 4 ഐറ്റം ഇൻഗ്രീഡിയൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ചിക്കൻ മസാല, പെപ്പർ പൊടി, കോക്കനട്ട് ഓയിൽ. കോക്കനറ്റും ഉണ്ട്, കോക്കനട്ട് ഓയിലും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് മസാല തേച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് പിടിക്കാൻ വെക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന് വേണ്ട പെപ്പർ പൊടി. അടുത്തതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് വറുത്തരച്ച് കറിക്കാണ്. ഇതിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് പെപ്പർ ഇട്ട് വെച്ച ചിക്കൻ അതിലേക്ക് ഇടുന്നു. അടച്ച് വെച്ചിട്ട് ഒരു വിസിലെടുക്കാം. ലെഗ് പീസ് ഒന്ന് വരഞ്ഞു കൊടുക്കും. വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മസാല, കിച്ചൺ ട്രഷേഴ്സിൻ്റെ മസാലയാണ്. നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കും. മസാല തിരുമ്മി വെച്ചിട്ടുണ്ട്. അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് സമയം വയ്ക്കും. അതിനുശേഷം ഇത് ഓവനിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വരയണം. മസാല കുറച്ച്, ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ പൊടി കുറച്ച്. ഇതിൽ മറ്റ് മസാലാസ് ഒന്നും ഇടുന്നില്ല. പെപ്പർ പൊടിൻ്റെയും മസാലയും കൂടെയും എരിവ് മാത്രമേ ഉള്ളൂ. കുക്കർ ഓഫ് ചെയ്യാം. ചിക്കൻ കറിക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ആയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയിട്ട് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ മസാല കുറച്ച് അതിലേക്ക് ചേർക്കാം. എരിവിന് വേണ്ടി കുറച്ച് പെപ്പർ പൊടി. നമ്മളുടെ ഈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ ചിക്കൻ സ്റ്റോക്കിൽ തന്നെ കറിക്കുള്ള ചിക്കനും വേവിച്ചെടുക്കുന്നു. ഇതും 2 വിസിൽ തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ തേങ്ങ ഏകദേശം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഏകദേശം നമ്മുടെ ഈ ചിക്കനൊക്കെ റെഡി ആകുമ്പോഴത്തേനും ഇതൊന്ന് ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഗ്രേവി ആക്കുവാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല കുറച്ചുകൂടി. നല്ലൊരു കളറും കിട്ടുന്നുണ്ട്. ചിക്കൻ നമ്മൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്.
ആ ചിക്കന് ഫ്രൈ പാനിലേക്ക് ഏകദേശം അങ്ങനെ ഇറക്കി കൊടുക്കുമ്പോഴത്തേനും ആ മസാലസൊക്കെ അതിൽ പിടിക്കുന്നതാണ്. അതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് പെപ്പർ പൊടി ചേർക്കാം. ഇത് ഏകദേശം റെഡി ആകുമ്പോഴത്തേനും നമുക്കൊന്ന് ലെഗ് പീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ലെഗ് പീസ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഗ്രില്ലിങ്ങിനൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിത് ഓവനിൽ ഒരു ലെഗ് പീസാണ് വെച്ചിട്ടുള്ളത്. ഈ ചിക്കന് വേണ്ട കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ പാലാണ് നമ്മൾ എടുക്കുന്നത്. ഫ്രൈ ചെയ്തതിൻ്റെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം തേങ്ങ ഒന്ന് പാലെടുക്കാം. ഏകദേശം നമ്മൾ ഓവനിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരേ ഒരു ഡിഷേ ചെയ്യാനുള്ളൂ. ആദ്യം പാൻ വയ്ക്കുക. പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂ. അപ്പോൾ അതിന് മാത്രം ആവശ്യമായ എണ്ണ ഒഴിക്കുക. പെപ്പറിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പെപ്പറിന് അതിലേക്കും കുറച്ച് ചിക്കൻ മസാല ചേർത്ത് വരട്ടിയെടുക്കാം. പാല് ചേർക്കാം. ചിക്കൻ ഒന്ന് ചതച്ചെടുക്കാം. നല്ല തേങ്ങാപ്പാലിൻ്റെയും കുരുമുളകിൻ്റെയും ആണ് ടേസ്റ്റ് ഉള്ളത്. സെർവിങ് ഡിഷിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഹായ് സർ, ഞാൻ ലെഗ് പീസ് ഫ്രൈ ചെയ്താണ്. പിന്നെ കുറച്ച് കോക്കനട്ടൊക്കെ നന്നായി മസാലയൊക്കെ ഇട്ട് വരട്ടിയിട്ട് അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതാണ്. അത് ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തത്. ഇത് പെപ്പറിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് ചിക്കൻ വേവിച്ചതിന് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു ഒന്ന് ചതച്ചെടുത്തു. പെപ്പറിൻ്റെ തേങ്ങാപ്പാലിൻ്റെയാണ് കൂടുതലായി ടേസ്റ്റ് വരിക. റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട്. നമ്മളുടെ ഓവനിൽ വെച്ചത് എന്തായെന്നൊന്ന് നമുക്ക് നോക്കാം. ഏകദേശം ചിക്കൻ ഒന്ന് നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. രാധികയുടെ സിഗ്നേച്ചർ ഡിഷ് എന്താണ്? 4 വിഭവങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ 4 ചേരുവകൾ വെച്ചിട്ട് എന്ത് വിഭവമാണ് തയ്യാറാക്കിയത്? ഞാൻ ഇവിടെ ഒന്നിൽ കൂടുതൽ കാണുന്നു. തേങ്ങ കുറച്ച് വറുത്തരച്ച് മസാലയൊക്കെ ഇട്ട് ആദ്യം പെപ്പറും നന്നായിട്ട് പെപ്പർ പൊടി ഇട്ട് കുരുമുളക്, തേങ്ങ, ചിക്കൻ മസാല, എണ്ണ. ചിക്കൻ മസാല മീൻസ് ഫ്രൈ മസാല, റെഡിമെയ്ഡ് മസാല, ചിക്കൻ ട്രഷേഴ്സിൻ്റെ മസാല. അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കാര്യം അതിലെല്ലാം കൂടെ വരുന്നതല്ലേ സ്പൈസസ്? ഒത്തിരി സ്പൈസസ് ഇല്ലേ അതിനകത്ത്? ലോട്ട് ഓഫ് ഇൻഗ്രീഡിയൻസ്. അതിൻ്റെ ഒരു സിംഗിളാക്കി നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അതാണ് താങ്കളുടെ ഒരു ഐറ്റം അല്ലേ? ഇത് ഒരു ഐറ്റം. ഇതിൽ പെപ്പറും ചിക്കൻ, തേങ്ങാപ്പാൽ. എന്ത് സാധനം അത്? ഇത് ജസ്റ്റ് ചിക്കൻ ഒന്ന് ചതച്ചെടുത്തിട്ട് വേണം. ആദ്യം പെപ്പറിട്ടൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്ത് വേവിച്ചെടുത്തു. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് തേങ്ങാപ്പാൽ, കുരുമുളക്, തേങ്ങാപ്പാൽ, പിന്നെ ചിക്കൻ. ചിക്കൻ ഒരു ഐറ്റം ഉണ്ടല്ലോ, അല്ല 4 സാധനം പറയും. ചിക്കൻ്റെ കുറച്ച് ഫ്രൈ മസാലയുണ്ട്. ചിക്കൻ ഫ്രൈ മസാലയോ? അതേതാ ഇപ്പം ഇതിലിട്ട്? അതേ സാധനം കിച്ചൺ ട്രഷേഴ്സോ? കിച്ചൺ ട്രഷേഴ്സ്. പിന്നെന്തുണ്ട്? 4 ഐറ്റം വരുന്നുണ്ട്. ഓയിൽ 4. പിന്നെ അത് ഇതിൽ ഫ്രൈയിലും അത് തന്നെയാണ്. കിച്ചൺ ട്രഷേഴ്സിൻ്റെ മസാലയും കുരുമുളകും
ഇത് തവയിൽ ഫ്രൈ ചെയ്തെടുത്തു, ഇത് ഓവനിൽ വെച്ചിട്ട് സെയിം രണ്ടെണ്ണം തന്നെ സെയിം തന്നെയാണ്, പക്ഷെ രണ്ടും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലോ താങ്കളുടെ ഒരു ഡിഷ്, സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം അല്ലേ കാണിക്കാൻ പറ്റുള്ളൂ? അതെ മാം. അപ്പോൾ ഏതായിരിക്കും പ്രസന്റ് ചെയ്യാൻ പോണേ? ഇതന്നെ ഈ 4 ഐറ്റത്തിൽ ഏതായിരിക്കും? ഇതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ അവിടെ ഹായ് വ്യൂവേഴ്സ്, ഇന്നൊരു ചിക്കൻ റൗണ്ടാണ്. ചിക്കൻ 4 ഇൻഗ്രീഡിയൻറ്റ് റൗണ്ടാണ്. നമുക്ക് 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അപ്പാർട്ട് ഫ്രം ചിക്കൻ ആൻഡ് സോൾട്ട്. ചിക്കനും ഉപ്പും കൂടാണ്ട് 4 ഇൻഗ്രീഡിയൻസ് മാത്രം എടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഫ്യൂഷനാണ്, ഒരു ഇന്ത്യൻ സ്റ്റൈൽ വിത്ത് പീനട്ട് ഗ്രേവി. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഹോൾ ചിക്കൻ, ബോൺലെസ് ആണ്, ടാമറിൻ പേസ്റ്റ്, പുളി, ബട്ടർ, കടല, പീനട്ട്സ്, വറ്റൽ മുളക്, ഉപ്പ്. നമുക്ക് ആദ്യം ചിക്കൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. 45 മിനിറ്റ്സ് ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഈ പീനട്ട്സിൻ്റെ സോസിലൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിവിടെ ചിക്കൻ ഒന്ന് ഉപ്പിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം വറ്റൽമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 10-15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ നമുക്കത് കപ്പലണ്ടി കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഏകദേശം നമ്മുടെ വറ്റൽമുളക് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പേസ്റ്റ് നമുക്ക് ബോളിലേക്ക് മാറ്റാം. നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ബട്ടർ വെച്ച് ചെയ്യാനായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോഴത്തെ പാനിൽ വിടാം, സമയം കുറവായതുകൊണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് കിച്ചൺ ഇതിലേക്ക് മാറ്റാം. ഏകദേശം നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. അതും നമുക്ക് കിച്ചൺ ടവറിലേക്ക് മാറ്റാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു കടായി വെക്കാം. നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട്സും വറ്റൽമുളകും കൂടെ ആഡ് ചെയ്യും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് എണ്ണയിലൊന്ന് അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സിമ്പിൾ ഡിഷാണ്, എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയത്. അധികം ടൈമും എടുക്കില്ല. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണമെന്നുള്ളൂ, ബോൺലെസ് ആയിരിക്കും ഏറ്റവും എളുപ്പം. ഏകദേശം നമ്മുടെ അരപ്പൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. നമ്മൾ ഫുൾ ചിക്കൻ വേവിച്ചിട്ടില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കി ഈ ഗ്രേവി കിടന്ന് വേണം ഇത് വേഗം. ഇപ്പോൾ നമ്മൾ നോക്കി ആഡ് ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ ചിക്കൻ ഉപ്പിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ലേശം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10-20 വറ്റൽമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്പൈസ്നെസ് ഉണ്ടാവും ഇതിൽ. നിങ്ങൾക്ക് സ്പൈസ്നെസ് കുറക്കണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് കുറക്കാം, ചിക്കൻസ് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മേലിൽ അടപ്പ് വെച്ചിട്ട് ഒരു സിമ്മിലൊരു 10 മിനിറ്റ് ഒന്ന് വേകണം. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങും. ഇതിലേക്ക് നമ്മൾ അവസാനം പുളി, ടർമറിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യും. ഏകദേശം നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി, കുറച്ചും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ഇൻ പീനട്ട് ഗ്രേവി.
നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ഇൻ പീനട്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കുഴപ്പമുണ്ടായിരുന്നു ഷെഫ്. ഒരു ചിക്കൻ ഇൻ പീനട്ട് ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ജസ്റ്റ് ഒരു കുറച്ച് പീനട്ട്സും നമ്മുടെ ഡ്രൈ ചില്ലിയും കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് ആദ്യം ഷാലോ ഫ്രൈ ചെയ്തു. പിന്നെ ആ ഗ്രേവി ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ചിക്കൻ. ഹായ് മാം. ഹലോ അഭിലാഷ്. അഭിലാഷിന്റെ ചിക്കൻ ഡിഷ് എന്താണ്? ചിക്കൻ ഇൻ പീനട്ട് ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പീനട്ട് ഗ്രേവി നമ്മുടെ റോസ്റ്റഡ് പീനട്ട്സും നമ്മുടെ ഉണക്കമുളക് വറ്റൽമുളകും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഗ്രേവി ബേസ് ഉണ്ടാക്കി. ആദ്യം ഞാൻ ചിക്കനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തു. ബോൺലെസ് ചിക്കനാണ് ഉപയോഗിച്ചത്. ഷാലോ ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ ഈ ഗ്രേവി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് പിന്നെ ഓയിലായിരുന്നു ചിക്കൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഫുൾ വേവിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിലിട്ട് വേവിച്ച് സിം ചെയ്ത് നമ്മളൊന്ന് വറ്റിച്ചെടുത്തു. ലാസ്റ്റിൽ വാളംപുളി ഇവിടെ പേസ്റ്റ് 1 ടീസ്പൂൺ ആഡ് ചെയ്യും. അപ്പോൾ ഒരു പുളിയുടെ ഒരു ഇതുണ്ടാവും, പിന്നെ ഒരു സ്പൈസ്നെസ്സും ഉണ്ടാവും നമ്മുടെ വറ്റൽമുളകായ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഒന്ന് പുളി, പിന്നെ ഒന്ന് പീനട്ട് കപ്പലണ്ടി, വറ്റൽമുളക്, പിന്നെ 4ാമത്തെ എണ്ണ. ഓക്കെ. പക്ഷെ കണ്ടിട്ട് ഒരു നല്ല റിച്ച് ഗ്രേവി പീനട്ടിന്റെ ഇപ്പൊ നമ്മുടെ കാഷ്യൂ പേസ്റ്റ് പോലെ തന്നെ പീനട്ട് ഒരു എന്താ പറയാ അതിനൊരു റിച്ച്നെസ് കൊടുക്കും. പിന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഇത് ഈ ഒരു ഐഡിയയിലേക്ക് എങ്ങനെ വന്നു? അല്ല, നമുക്ക് നമ്മൾ കുറേ ചാനലിൽ കാണുന്ന കുറേ ഐറ്റംസ് അവർ ചെയ്യുന്നുണ്ട്. ഈവൻ കാഷ്നട്ട്സ് ഉപയോഗിച്ചിട്ട് ഇറ്റാലിയൻ ഡിഷസിലും അവർ നമ്മുടെ വൈറ്റ് സോസ് കോണ്ടിനെന്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിനും ട്രൈ ചെയ്തു, ഐഡിയാസ് കുറേ ട്രൈ ചെയ്തു. പിന്നെ ഇതൊരു 3-4 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വീട്ടുകാരാകുമ്പോൾ ഓക്കെ നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞ് കുഴപ്പമില്ല, ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്തതാണ്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ബ്രസ്റ്റ് പീസ് വെച്ചിട്ട് ഉണ്ടാക്കാനായിരുന്നു. പിന്നെ മാം ഹോൾ ചിക്കൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും പക്ഷെ ഒരു ഗുണം ഉണ്ടായി, നിങ്ങളൊരു പുതിയൊരു ഐറ്റം നിങ്ങൾ കണ്ടെത്തിയില്ലേ? ദിസ് ഇസ് യുവർ ഓൺ ഡിഷ് അല്ലേ? അഭിലാഷിന്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ്. അപ്പോൾ പേര് കൊടുത്തിരിക്കുന്നത് എന്താണ്? ചിക്കൻ ഇൻ പീനട്ട് ഗ്രേവി. ചിക്കൻ ഇൻ പീനട്ട് ഗ്രേവി. അപ്പോൾ പേരുകൾ കർമ്മവും കഴിഞ്ഞു. എന്നാലും ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്, നിങ്ങൾ കുറേ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. താങ്ക്സ് ലോട്ട് മാം. Kitchen Magic powered by Kitchen Treasures and presented by Datri Itpurne tasting and judgment round. ഷെഫ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ സിഗ്നേച്ചർ ഡിഷാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെയാണോ ഇനിയുള്ള ആൾക്കാർ? ഓക്കെ, എന്തായാലും വരിക പ്ലീസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു റൗണ്ടിൻ്റെ അതായത് സിഗ്നേച്ചർ ഡിഷ് ഉണ്ടാക്കുന്ന റൗണ്ടിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് എല്ലാവരും റെഡി വിത്ത് ദർ സിഗ്നേച്ചർ ഡിഷ്. അങ്ങനെ തുഷാരയും രാധികയും അഭിലാഷും ഒക്കെ തയ്യാറായി വന്നിരിക്കുവാണ്. തുടങ്ങാം മത്സരം. അങ്ങനെയാണല്ലോ, ഇതൊരു മത്സരമാണ്, നമുക്ക് മത്സരിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ തുഷാര കൊണ്ടുവരും. ഞാൻ ഉണ്ടാക്കിയത് മഷി ചിക്കൻ ആൻഡ് ഗ്രേപ്പ് ജ്യൂസ് ആണ്. ഫുട്ബോൾ പ്ലെയർ മെസ്സി. മഷി മഷ്റൂം ഷോർട്ട് മഷി ആക്കി. ശരി, പിന്നെ എങ്ങനെ ഉണ്ടാക്കിയത്? ഞാൻ ആദ്യം ബോൺലെസ് പീസസ് ഒക്കെ എടുത്തിട്ട് സോൾട്ടും പെപ്പറും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി വെച്ചു. കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പാനിൽ ഗ്രില്ല് ചെയ്തതാണ്, വേറൊന്ന് ഒട്ടിച്ചിൽ ഗ്രില്ല് ചെയ്തു. പിന്നെ സോസ് ഉണ്ടാക്കിയത് കുറച്ച് ഒലീവ് ഓയിൽ, രണ്ടിലും ഒലീവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒട്ടിച്ചിൽ വെക്കും. പിന്നെ സ്റ്റോക്ക് സോസ് ഉണ്ടാക്കുമ്പോൾ ഒലീവ് ഓയിൽ, പിന്നെ മഷ്റൂം, പിന്നെ സ്റ്റോക്ക്, പിന്നെ ഗ്രേപ്പ് ജ്യൂസും. ഗ്രേപ്പ് ജ്യൂസിന്റെ റോൾ അപ്പോഴേ വന്നുള്ളൂ അല്ലേ? പിന്നെ സോസിൽ അതിൽ കിടന്ന് വെന്തിട്ടില്ല മഷ്റൂം ഇല്ല, ചിക്കൻ ഒന്ന് കുറച്ച് സമയം
ഒരു ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അതില്ല. ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സോസ് ഉണ്ടാക്കിയിട്ട് അതിനകത്തിട്ട് ഒന്ന് വേവിച്ചു, അത്രേ ഉള്ളൂ. അധികം ഒരു മിക്സ്. എനിക്ക് ഗ്രേപ്സിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല, ഈ ചിക്കൻ്റെ ടേസ്റ്റ് മാത്രമേ കിട്ടൂ. ചിക്കനി ടേസ്റ്റ്, ചിക്കൻ സ്റ്റോക്ക് ടേസ്റ്റ്. ഇതിനകത്ത് പിന്നെ ഗ്രേപ്സിന്റെ ടേസ്റ്റ് ഉണ്ട്, ഇതിൽ തീരെയില്ല. എന്താ കാര്യം? സോസ് ഒഴിച്ചാൽ മാറിപ്പറ്റും. ഇല്ല, എമൗണ്ട് അതിൽ കുറച്ച് പറഞ്ഞു, ഇതിൽ കൂടുതലുണ്ട്. അതിനകത്തില്ല, ഇതിനകത്തുണ്ട്. എങ്കിലും ഒരു ഉണ്ടാക്കാൻ കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നോ? ഇത് ഡിഷ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായി യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇല്ലായിരുന്നു ഡിഷ് ഉണ്ടായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് കോണ്ടിനെൻ്റൽ ട്രൈ ചെയ്യുന്നത്. ഇത് സ്റ്റേജിൽ വന്ന് ഇത് സമയത്ത് ട്രൈ ചെയ്യണോ? എപ്പോഴും നാടൻ നിൽക്കണ്ടെന്നുള്ളൊരു ഇതിൽ. പക്ഷെ ഇപ്പം ശരിയായിട്ട് വന്നില്ലോ. ഫ്ലേവറൊന്നും അത്ര നന്നായിട്ടില്ല. ചിക്കൻ വെറുതെ പുഴുങ്ങിയെടുത്തതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. മഷ്റൂമിൻ്റെ ടേസ്റ്റ് ഒന്നും ഇട്ടില്ല ഇതിൽ. ഗ്രേപ്സിൻ്റെ ഒരു ചെറിയ പുളി ഉണ്ട് ഇപ്പോൾ, അത്രേ ഉള്ളൂ. ഒരു ഗ്രേപ്സിൻ്റെ ജ്യൂസ് ഒഴിച്ചു എന്ന് മനസ്സിലാവുന്നു പറഞ്ഞത്. എക്സെപ്റ്റ് ഫോർ ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് എ ചിക്കൻ ബോയിൽഡ് ചിക്കൻ പോലെ ഒരു ഇതേ ഉള്ളൂ. അതിൻ്റെ സ്റ്റോക്കിൽ കുറേ നോക്കിയിട്ടാണ് ഇതിലേക്ക് എത്തിയത്. പക്ഷേ തുഷാരയുടെ ചോയ്സ് ഓഫ് ഐറ്റംസ് ശരിയായി. 4 ഇൻഗ്രീഡിയൻസ്. ഓക്കെ, എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള സമയമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത്തരം എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ എപ്പോഴും നാടനാണ്, അതുകൊണ്ട് ക്വാണ്ടി ആവണം അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോ. നമുക്ക് നാടനാണ് കംഫർട്ടബിൾ എങ്കിൽ അതിൽ കൂടുതൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ നമ്മളെപ്പോഴും ചെയ്യണം. ക്വാണ്ടി ചെയ്യണം എന്നുള്ള റൗണ്ട് തന്നാൽ അത് ചെയ്യാം. ബേക്കിങ്ങിന് ഒരു റൗണ്ട് തന്നാൽ അത് പഠിച്ചിട്ട് വന്ന് ചെയ്യണം. പക്ഷേ നമുക്കൊരു ഫ്രീ ചോയ്സ് തരുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഇനി അടുത്താണ് രാധിക. അങ്ങനെ രാധിക 2 ഐറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഏതാണ് ഞങ്ങൾ സിഗ്നേച്ചർ ഡിഷായിട്ട് കാണേണ്ടത്? കോക്കനട്ട് ചിക്കൻ ഫ്രൈ ആണ്. കോക്കനട്ട് ചിക്കൻ ഫ്രൈ, ദാറ്റ് ഇസ് രാധികാസ് ക്രിയേറ്റീവ് ഡിഷ്. രാധിക ക്രിയേറ്റ് ചെയ്ത് യുവർ ക്രിയേറ്റഡ് ഡിഷ് എന്ന് പറയാം അല്ലേ, സിഗ്നേച്ചർ ഡിഷ്. എന്താണ് താങ്കളുടെ ക്രിയേഷൻ? എന്താണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്? എന്താണ്? 4 എണ്ണം. പെപ്പർ, കുരുമുളക്, ചിക്കൻ ഫ്രൈ മസാലയാണ് എടുത്തത്. ഫ്രൈ ചിക്കൻ ഫ്രൈ മസാല കിച്ചൺ ട്രഷേഴ്സിൻ്റെ പക്ഷേ എനിക്കതൊരു ഇൻഗ്രീഡിയൻസ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് ഓയിൽ, തേങ്ങ, കുരുമുളക്, എണ്ണ, കിച്ചൺ ട്രഷേഴ്സ് മസാല 4 എണ്ണം. പക്ഷേ കിച്ചൺ ട്രഷേഴ്സ് മസാല എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? വായിച്ച് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഒരുവിധപ്പെട്ട എല്ലാ മസാല ഐറ്റംസും അതിനകത്തുണ്ടാകും അല്ലേ? പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, എവറിത്തിങ് വിൽ ബി ദെയർ, ഇൻക്ലൂഡിങ് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവും, മഞ്ഞൾപ്പൊടി ഉൾപ്പെടെ. അപ്പോൾ താങ്കൾ ആ ഒരൊറ്റ ഐറ്റം എടുത്തപ്പോൾ തന്നെ ഒരു 10 ഇൻഗ്രീഡിയൻറ്റ് കയറി മാം. ഞാൻ ചിക്കൻ മസാല എടുക്കാത്തത്, അതിൽ അത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും പറഞ്ഞിട്ടാണ് ഫ്രൈ മസാല എടുത്തത്. സെയിം അല്ലേ? ഫ്രൈ മസാല ആണെങ്കിലും മസാല ഈസ് ഡിഫറെന്റ്, മസാല പൗഡർ ഈസ് ഡിഫറെന്റ്. നമുക്കിപ്പോൾ പട്ട എടുത്ത ഒരു ഐറ്റം ആയിട്ട് കണക്കാക്കില്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓരോ ചിക്കൻ മസാലയുടെ പാക്കറ്റ് എടുത്തൊക്കെ ഉണ്ടാക്കിയാൽ പോരെ? ഇവിടെ ലാവിഷായിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള സ്പോൺസേഴ്സാണ് കിച്ചൺ ട്രഷേഴ്സ്. അപ്പോൾ ആ മസാലയുടെ പാക്കറ്റ്സ് നമുക്ക് അവൈലബിളും ആണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് എടുക്കാൻ പറയുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ്, അതൊരു മൾട്ടിപ്പിൾ ഇൻഗ്രീഡിയൻസ് അതിനകത്തുണ്ട്. സോ യു ഹാവ്, എന്താ പറയുക, ആ തീമിൽ നിന്ന് തന്നെ പുറത്തുപോയി ഈ ഐഡിയ വൈസ്. ഇനി സ്വാദ് നോക്കാം, നല്ല ഐറ്റം ആയിരിക്കും, അതിന് തർക്കമൊന്നുമില്ല. കാര്യം നല്ല മസാല ചേർത്തുണ്ടാക്കിയതല്ലേ, ഇറ്റ് വിൽ ബി നൈസ്. തേങ്ങയൊക്കെ വരുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ നാടൻ.
പോയി അല്ലേ രാധിക? ഇത്രയും ദിവസം വീട്ടിൽ ഇരുന്ന് കണ്ടുപിടിച്ചതാണോ? അല്ല മാം, ഞാനത് ഒരു ഡിഷ് ആണെങ്കിൽ ഞാൻ കോൺഫിഡൻസോടെ ചെയ്തിട്ടുണ്ടാവും. ഒറ്റ ഡിഷ് ഉണ്ടാക്കുവാണെങ്കിൽ ഞാനത് ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കി. അതാണ് എൻ്റെ ആരാ പറഞ്ഞത് ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കാൻ? ഞാൻ തന്നെയാണ് എടുത്തത്. ഒരു കോഴി മുഴുവനായിട്ട് തന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്താണ് രാധിക? മണ്ടത്തരമായി. അത് കറക്റ്റ്. മാത്രമല്ല വീട്ടിലിരുന്ന് പരീക്ഷിച്ചപ്പോൾ ഈ എന്താണ് റെഡിമെയ്ഡ് മസാല വെച്ച് തന്നെയാണ് അല്ല 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 പരീക്ഷിച്ചത്? അല്ല, പിന്നെ ഞാൻ അവിടെ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്തത്. അതെന്തായിരുന്നു അത്? ആ 4 ഇൻഗ്രീഡിയൻറ്റ് വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ, കറിവേപ്പില. ഈ 4 വെച്ചിട്ട് ഈ 4 വെച്ചിട്ട് പേസ്റ്റ് ചെയ്തിട്ടായിരുന്നു ചെയ്ത് നോക്കിയത്. എന്നിട്ട് ചിക്കനും കൂടി ഇട്ട് ചിക്കനും കൂടി ഇട്ട് ചെയ്തായിരുന്നു. എന്നിട്ട് കുഴപ്പമില്ലാണ്ട് വന്നു. കുഴപ്പമില്ലാതെ പിന്നെ അതെന്താ ഇവിടെ ചെയ്യാത്ത? ആരാ പറഞ്ഞ വേണ്ടാന്ന്? അതെനിക്ക് വെച്ചതാ. എനിക്ക് മനസ്സിലാവണില്ല. രാധിക ഇത് കോമ്പറ്റീഷൻ്റെ തന്നെയാണോ വന്നിരിക്കുന്നത്? എന്ത് കളിയാ? വീട്ടിൽ നമ്മളിത് നേരത്തെ പറഞ്ഞു ഹോംവർക്ക് ചെയ്തിട്ട് വരണം. അപ്പം നിങ്ങളത് എക്സ്പെരിമെന്റ് ചെയ്ത് നിങ്ങളൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് നിങ്ങൾക്ക് തൃപ്തിയുള്ള ഒരു വിഭവം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അതേ സാധനമല്ലേ ഇവിടെ വന്ന് ചെയ്യേണ്ടത് ആ റൗണ്ടില്? പിന്നെ ഞാൻ മാം തേങ്ങ വറുത്തത് ഞാൻ ചെയ്തിട്ടുണ്ട്, ചിക്കൻ മസാല ചേർക്കാതെ. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. നിങ്ങൾ പഠിച്ചിട്ട് വന്ന, നിങ്ങൾ ഇവിടത്തേക്ക് വേണ്ടി പഠിച്ചു വന്ന ആ ഒരു വിഭവം അതല്ലേ ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്ലാൻ മാറ്റിയിട്ട് ഒരു 3 ഡിഷ് വേറെ ഉണ്ടാക്കുക. ഒരു ചിക്കൻ ഫ്രൈ, ഒരു ചിക്കൻ ഗ്രിൽഡ്, അത് കഴിഞ്ഞിട്ടൊരു എന്ത് പേരിട്ടിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. ചിക്കൻ വെൽവെറ്റോ? ആ പേരിനൊന്നും ഒരു കുറവില്ല. പിന്നെ ചിക്കൻ തേങ്ങ ഇട്ട് പിന്നെ റെഡിമെയ്ഡ് മസാലയും കൂടി ചേർത്തിട്ട് അതൊരു ഐറ്റം ഉണ്ടാക്കി. അപ്പം നമ്മൾ പഠിച്ചു വന്ന ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. അത് വന്നേ ഇല്ല. ആ ഡിഷ് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടാക്കി. സോ ദാറ്റ് ഇസ് യുവർ ഫോൾട്ട് അല്ലേ? എന്ത് മണ്ടത്തരം ഇങ്ങനെ കാണിച്ചത്? രാധിക തന്നെ പറയണു മണ്ടത്തരമായി പോയി. എന്ത് ചെയ്യും രാധിക ഇങ്ങനെയൊക്കെ ചെയ്താൽ? ഈ കോമ്പറ്റീഷൻ്റെ ഇതിപ്പോൾ നമ്മൾ സെമി ഫൈനലിൻ്റെ തൊട്ട് മുന്നത്തെ റൗണ്ടിൽ വന്ന് നിൽക്കുകയാണ്. നെക്സ്റ്റ് ഇസ് എലിമിനേഷൻ. സമ്മതിക്കുന്നത് എനിക്കൊരു അബദ്ധം തന്നെയാണ് അത്. പലപ്പോഴും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അബദ്ധങ്ങളിലൂടെ ആളുകൾ കൂടുതൽ നല്ല കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അബദ്ധങ്ങളിലേക്കല്ല ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ റൂൾസ് എന്ത് റൂൾസാണോ ആ റൂൾസുമായിട്ട് ചേർന്ന് പോകാൻ നോക്കും. അതൊന്ന് മാറി ചിന്തിക്കുക. ബുദ്ധിമുട്ടാവില്ല. ഓക്കെ ഫൈൻ. താങ്ക് യു. ഓക്കെ ആൻഡ് ദ ലാസ്റ്റ് പേഴ്സൺ അഭിലാഷ്. അഭിലാഷിന്റെ പ്രസന്റേഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. ആ ചില്ലീസ് ഒക്കെ മേളിൽ കിടക്കുന്നു, കാണാനൊരു ലുക്കെല്ലാം ഉണ്ട്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ബേക്ക്ഡ് ഡിഷ് ആണെന്ന് തോന്നുന്നത് അല്ലേ? പക്ഷെ അല്ല, ഇറ്റ്സ് എ കറി ടൈപ്പ്. ആൻഡ് വാട്ട് ഇസ് ഇറ്റ്? ചിക്കൻ ആൻഡ് പീനട്ട് ഗ്രേവി. പീനട്ട് ഗ്രേവി. നല്ല ഓവർ പവറിംഗ് പീനട്ടിന്റെ ടേസ്റ്റ് ആണോ? ആ മാം, ഞാൻ ആക്ച്വലി ഒരു എത്ര ക്വാണ്ടിറ്റി ഓഫ് പീനട്ട്? ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പീനട്ട്. ഒരു കോഴിക്ക് വേണ്ടി? ആ, എൻ്റെ കോഴി. ഓൾമോസ്റ്റ്. പിന്നെ ഒരു 10-20 ചില്ലി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്. അതൊന്ന് സോട്ട് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. റോസ്റ്റഡ് പീനട്ട്സ് ആണ്. പിന്നെ ആദ്യം ചിക്കനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തു. ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ്. പിന്നെ ഈ ഗ്രേവിയിലാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തത്. അപ്പോൾ പീനട്ട്, വറ്റൽമുളക്, എണ്ണ, നാലാമത്തെ ഇൻഗ്രീഡിയന്റ് എന്താ? ഇത് ടർമറിക് ഇട്ടിട്ടുണ്ട്. പുളി ലാസ്റ്റിൽ മാത്രം ചെറിയൊരു ഇതിൽ പുള്ളിയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് എടുക്കാനായിട്ട്. ഓക്കെ, സ്പൈസി ഐറ്റം ആണല്ലേ? സ്പൈസിയാണ്. സ്പൈസിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ് ഇത്. ഇതിന് മുന്നേ ആദ്യം ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, ഇത് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് മാറ്റി ചെയ്തതാണ്. പീനട്ടിന്റെ അളവ് കുറച്ച് കൂടുതലായി തോന്നുന്നു. ഇത്രയും വേണ്ടായിരുന്നു അല്ല? മോർ ഓഫ് പീനട്ട് ടേസ്റ്റ്. പക്ഷെ നല്ല സ്പൈസി ഡിഷാണ്, തിരക്കില്ലാത്ത ഡിഷാണ്. ഒരു ഗ്രേവി ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ടൈറ്റായി, നല്ല ടൈറ്റായി. അത് പീനട്ടിന്റെ ഒരു ഇതുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇതിന്റെ നേരെ പകുതി പീനട്ട് ഇട്ടാൽ മതി. അത്രയും തന്നെ വേണമെന്നില്ലായിരുന്നു. കാര്യം ഇത് ഇരുന്ന് കുറുകും. പീനട്ട് കയറി നിൽക്കുകയാണ്. പുളിയുടെ അംശം കുറവാണ്. ഞാൻ കുറച്ച് പുളി ഇട്ടുള്ളൂ. ജസ്റ്റ് ഒരു ആക്ച്വലി ഞാൻ പുളിക്ക് പോലും നമുക്കൊരു കാര്യം ചെയ്യായിരുന്നു. ഒരു ടൊമാറ്റോ ആകാമായിരുന്നു അല്ലേ? കറക്റ്റ്. ആ ടൊമാറ്റോ കുറച്ചും കൂടി ടൊമാറ്റോ പ്യൂറി ചെയ്തിട്ട് അത് ചേർക്കായിരുന്നു. പീനട്ടിന്റെ അളവ് കുറയ്ക്കാമായിരുന്നു. ആൻഡ് ചില്ലീസ് നല്ലതാണ്. അതൊരു നല്ല കോമ്പിനേഷൻ ആയിരുന്നു അല്ലേ? ഒരു പുളി, എരിവ് ആൻഡ് ഒരു പീനട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പീനട്ട് ഓയിലൊക്കെ ചെയ്യുന്ന ഒരു ഫീലിംഗ്. അതിനുള്ള പീനട്ട് കൊടുത്താൽ മതിയായിരുന്നു. അല്ല, ഞാൻ ആദ്യം വോൾ ചിക്കൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പീനട്ട് തികഞ്ഞില്ലെങ്കിൽ എന്നുള്ള ഇതിലാണ്. അപ്പൊ കപ്പലണ്ടി എണ്ണയിൽ തന്നെ നമ്മളിത് ചെയ്ത ഒരു ഫിനിഷ് കിട്ടിയത്.
ഇത്രയും ഹെവി ആവില്ല, ഇത്രയും കട്ടിയാകില്ല, അതൊരു കുറച്ചുകൂടെ ലൂസ് ടെക്സ്ചർ വന്നേനെ. പിന്നെ ടൊമാറ്റോ ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിനൊരു കൊഴുപ്പുണ്ടാകും, അത്യാവശ്യം പീനട്ടിൻ്റെ ഒരു കൊഴുപ്പുണ്ടാകും. അപ്പം ഇറ്റ് വുഡ് ബി എന്താ പറയുക, കുറച്ചുകൂടെ ബെറ്റർ ആയനെ. ഇത് അത്രയും പെർഫെക്ഷൻ വന്നിട്ടില്ല. ഐഡിയ ഈസ് ഗുഡ്, പക്ഷെ അളവിൻ്റെ കാര്യത്തിലല്ല. നെക്സ്റ്റ് ടൈം ഇനി ചെയ്ത് നോക്കാം അങ്ങനെ വീട്ടിൽ. ഇത് അതാണ് മാം, ഇത് വന്നു വെച്ചാൽ ഞാൻ വിചാരിച്ചു പീനട്സ് ഇപ്പോൾ കുറച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് 1 കപ്പ് എടുത്തത്. വീട്ടിൽ ചെയ്തപ്പോഴും 1 കപ്പ് തന്നെയാണ്. അല്ല, വീട്ടിൽ ആക്ച്വലി ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തപ്പോൾ ഇതായിരുന്നു, ബ്രസ്റ്റ് പീസ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ വോൾ ചിക്കൻ എടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചു കുറച്ച് ക്വാണ്ടിറ്റി ഓക്കെ. ഷെഫ് പറഞ്ഞത് എന്താ വെച്ചാൽ കുറച്ചൊരു റോ ടേസ്റ്റ് വരുന്നുണ്ടെന്നാണ് ആ പീനട്ടിൻ്റെ, മനസ്സിലായില്ലേ? അത് വേറെ കാര്യമുണ്ട് ഷെഫ്, ഇത്രയും ക്വാണ്ടിറ്റി ലോട്ട് ഓഫ് ക്വാണ്ടിറ്റി, ഇതൊരു ഓവർ പവറിങ് ആയത് അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ആ ഒരു റോ ടേസ്റ്റ് തോന്നും, മനസ്സിലായില്ലേ? അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. സാധാരണ നമ്മൾ കാഷ്യൂ ആൻഡ് ഇതൊക്കെയാണ് ചെയ്യണത്. ഇനി ഇത് പീനട്ടിന് പകരം കാഷ്യൂല് ചെയ്താലും വളരെ ഗംഭീരമായിരിക്കും ചിലപ്പോൾ. അങ്ങനെയൊക്കെ ആലോചിക്കാമല്ലോ. മുളക്, കാഷ്യൂ പേസ്റ്റ് ആൻഡ് ടൊമാറ്റോ, 3 ഐറ്റം മാത്രം മതി. അതിൻ്റെ കൂടെ പിന്നെ ഓയിൽ വേണമെങ്കിൽ ഓയിൽ, അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ വേണമെങ്കിലും ചേർക്കാം. 1 more ingredient. 4 എണ്ണ വളരെ ധാരാളമാണ്. ചിക്കൻ ഒരു എണ്ണ ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല വാസ്തവത്തിൽ, ഓയിലൊരു മസ്റ്റായിരുന്നു. അപ്പോൾ അഭിലാഷ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ആലോചിക്കും. അപ്പോൾ ഇനി ഞങ്ങളുടെ ജഡ്ജ്മെന്റ് പറയാം അല്ലേ? ആലോചിക്കേണ്ട വലിയ ആലോചനയുടെ ആവശ്യമില്ല, എങ്കിലും ഞങ്ങൾ ആലോചിക്കുക. വലിയ ചിന്തകൾക്ക് ഇവിടെ പ്രസക്തിയില്ല, സിമ്പിൾ ലോജിക്കാണ് ഇപ്പം. അഭിലാഷ് ഇസ് സേഫ്. ഓക്കെ, അപ്പോൾ രാധിക ആൻഡ് തുഷാര രേജസു വാട്ട് ടു ഡു അല്ലേ? സ്വയം തെറ്റനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, രാധിക ആൻഡ് തുഷാര പ്ലീസ്. രേജസു. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ ഡേഞ്ചർ സോണിലെത്തി. എന്ത് ചെയ്യാനാ? വാട്ട് ടു ഡു? നിങ്ങൾ നിങ്ങളുടെ മണ്ടത്തരങ്ങളൊക്കെ കൊണ്ട് അല്ലേ? ഇപ്പോൾ രാധിക പറഞ്ഞു ഞാൻ എന്ത് മണ്ടത്തര കാണിച്ചത്, അബദ്ധം പറ്റി. രാധികയ്ക്ക് അബദ്ധം തന്നെയാണ് പറ്റിയത്, തുഷാരയ്ക്ക് അബദ്ധമല്ല, കുറച്ചുകൂടെയൊക്കെ ചിന്തിച്ച് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് കണ്ടുപിടിച്ചതൊരു. അവിടെയും ഒരു അബദ്ധം ഉണ്ട് അല്ലേ? സ്ട്രോങ് പോയിന്റ് വിട്ടിട്ട് ചെയ്യാത്തൊരു ഏരിയയിലേക്ക് കടന്നു കയറി. എന്നാൽ അതിലെങ്കിലും നന്നായിട്ട് ചെയ്യാമായിരുന്നു അല്ലേ? അതിന് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നല്ലോ, അത് കൂടുതൽ പഠിച്ച് ചെയ്യാമായിരുന്നു. സാരമില്ല, ഇപ്പോൾ ഒന്നും ചെയ്യാറില്ലല്ലോ. എല്ലാം പറയാനുണ്ട്? ഇല്ല. ഓക്കെ, നമ്മൾക്കിനി എലിമിനേഷൻ റൗണ്ടിൽ വെച്ച് കാണാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഷെഫിന് എന്തെങ്കിലും? ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ എപ്പിസോഡ്, അതായത് നമ്മുടെ സിഗ്നേച്ചർ ഡിഷ് റൗണ്ട് ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം, അതായത് ഇന്നലെയും ഇന്നുമായിട്ട് നിങ്ങൾ കണ്ടത് അവരുടെ ഒരു സ്വന്തം ക്രിയേഷൻസ് ആണ്. അവരെങ്ങനെയൊക്കെയാണ് ഒരു ചിക്കൻ അവരുടെ ഒരു ഭാവനയ്ക്കനുസരിച്ചിട്ട് എങ്ങനെയാണ് അവർ തയ്യാറാക്കുന്നത്. എന്നാലും ഇന്നത്തെ ഒരു മത്സരത്തിൽ ഒരാൾ മാത്രമാണ് ഡേഞ്ചർ സോണിൽ പോകാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യാം, 2 ആൾക്കാരെ ഡേഞ്ചർ സോണിലേക്ക് വിടേണ്ട ഒരു രീതിയായി. കാരണം അവരുടെ ഭാഗത്തു നിന്നും നമ്മൾ വിചാരിച്ച ഒരു പെർഫെക്ഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞാൽ അവസാന വാക്കൊന്നും അല്ലല്ലോ, എല്ലാവർക്കും അറിയാം. എന്തായാലും പക്ഷേ ഇവരെല്ലാവരും തന്നെ ഡേഞ്ചർ സോണിലെ മത്സരാർത്ഥികൾ എല്ലാവരും ഇനി ഒരു എലിമിനേഷൻ റൗണ്ടിലൂടെ കടന്നു പോകണം. അപ്പോൾ നമ്മളുടെ മത്സരം ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടമായിട്ട് ഇങ്ങനെ മാറി ഏതാണ്ട് എൻഡ് ഭാഗത്തേക്ക് വരാണ്. എന്തായാലും മത്സരം അതുകൊണ്ട് തന്നെ വളരെയധികം കടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായി വീണ്ടും വരും. അതുവരെ